ലല്ലു എവിടെ? എന്തു പറ്റി? അവനാദ്യമായിട്ട് അവൻ്റെ പെണ്ണിനെ കാണേടാ. ഇത്രയും നാൾ കാത്തിരുന്നിട്ട് ഞാൻ വന്നപ്പോഴേക്കും താൻ പോയി കളഞ്ഞു. പുതിയ ഷർട്ടാ. അവൾക്ക് ഈ മുഷിഞ്ഞ ഷർട്ട് ഇടുന്നത് ഇഷ്ടമല്ല, ചീത്ത പറയും. ഇതെങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? വാ, കിടക്കണമെന്നില്ല, വന്ന് കാണും. നീ ഇതെവിടെയായിരുന്നു? സ്വർണ്ണ പാദസര ഇടാൻ കൊതിച്ച് നുള്ളിപ്പറക്കി വാങ്ങിയത്. അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി ഊരി തന്നു. ഇതിട്ടിട്ട് പോയാ മതി, ഇതിട്ടിട്ട് പോയാ മതി എന്റെ കൊച്ച്, ഇതിട്ടിട്ട് പോയാ മതി. അവളോടൊന്നും മിണ്ടാൻ പോലും പറ്റില്ല. ഒരു പാഞ്ചിക്കോട്ടെ എന്ത് ചെയ്യാനാടാ? വിട്ടുകളാ. അതങ്ങനെ വിട്ടുകളൊന്നും പറ്റില്ല ഏട്ടാ. ഇടാ, ആള് പോയില്ലേ, ഇനി എന്ത് ചെയ്യാനാ? ആളെ പോയിട്ടുള്ളൂ, അവളോടുള്ള ഇഷ്ടം പോയിട്ടില്ലല്ലോ. നീ എന്ത് പ്രാന്തായി പറയണത്? ചാൻസ് ചേച്ചി മരിച്ചിട്ട് 10-12 കൊല്ലമായില്ലേ? ഇപ്പോഴും ചേച്ചി വാചിക്കനുള്ളിലില്ലേ? ഇല്ലേ? അതുപോലെ അവൾ എൻ്റെ ഉള്ളിലുണ്ട്. ആ ഇഷ്ടം അവസാനം വരെ ഉണ്ടാവുകയും ചെയ്യും. ലല്ലു, ഏതോ വണ്ടി തട്ടിയിട്ട് നിർത്താതെ പോയതാവും. റോഡിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ഉരുണ്ടുപോയായിരുന്നു, അതുകൊണ്ടാരും കാണാതിരുന്നത്. മോർച്ചറിയിൽ നിന്ന് ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞത്. ഇടിച്ച വണ്ടിയാണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. സാർ അന്വേഷിച്ച ആ വണ്ടി ഒരിക്കലും കിട്ടാൻ പോണ സാർ. എന്ത്? സാറ് ഡേവിസിന്റെ കൊച്ചാപ്പനല്ലേ? വക്കീലിന്റെ ഭാര്യ ആയതുകൊണ്ട് പറയുന്നതല്ല, പൊട്ടത്തരാണെങ്കിൽ നീ വിട്ടേക്ക്. ഈ ആക്സിഡന്റ് കേസ് ഏത് ഹോസ്പിറ്റലിൽ വന്നാലും അവരുടനെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുമല്ലോ. സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ ഒരു വിവരം ലഭിക്കാത്ത സ്ഥിതിക്ക് അവരാ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല, അതുറപ്പാ. പിന്നെ ചിലപ്പോ ആക്സിഡന്റ് ആയ ഷോക്കിലോ ആള് കൂടുന്നുള്ള പേടിയിലോ അവരാ കുട്ടിയെ വണ്ടി കയറ്റി കൊണ്ടുപോയിട്ടുണ്ടാവാം. പിന്നീട് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടാവുന്ന നൂലാമാലകൾ ആലോചിച്ചപ്പോ അവര് ചിലപ്പോൾ ആ കുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. നീ ടെൻഷൻ അടിക്കണ്ട. അവന്മാരോട് ആ വണ്ടി നമ്പർ ഓർമ്മയുണ്ടോന്ന് ചോദിക്ക്. ആ വണ്ടി കിട്ടിയാ നമ്മുടെ കൊച്ചിനെയും കിട്ടും. നമ്പറൊന്നും നോട്ട് ചെയ്തില്ല. ഏത് കാറാന്ന് ഓർമ്മയുണ്ട? തിരക്കിന്റെ ഇടയിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. അത് വണ്ടിയിൽ ഉണ്ടായിരുന്നവന്മാരെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തെങ്കിലും ഒരു അടയാളം ഓർമ്മയുണ്ടോ? എന്തെങ്കിലും
അടയാളം എന്ന് പറഞ്ഞ അന്ന് നിന്റെ ഒരു സാധനം കിട്ടിയില്ല. വേറെ ആശുപത്രിയിൽ കൊണ്ടോ? എന്താ നിന്റെ ആ സാധനം അല്ലൂന്ന് കാണിച്ചു കൊടുത്തു നോക്കി. അതൊന്നും കണ്ടറിയാൻ പറ്റില്ല ഏത് കാറാണെന്നൊന്നും. പിന്നെ എന്താടാ എന്ത് സാധനം? ഇവന്റെ അതെന്നാ കറിയുന്ന തെറിച്ച ഒരു സാധനമാണ്. അത് ഞാൻ തരില്ല, അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. നീ കൂടെ വന്നേ. ഇവിടെയാണോ? കാണിച്ചൊരു പക്ഷെ സ്വന്തമായിട്ട് തരില്ല. അമ്മ എന്താടാ? നേരെ എവിടെ ഇരിപ്പുണ്ട്. ഏതാണ് സാധനം? അയ്യോ, ഞാനത് വെച്ച് കഞ്ഞിറക്കണേന്. ഇപ്പൊ തരാച്ചി. ഇത് അംബാസിഡർക്കാരനുള്ള ലൈറ്റ് റിംഗ് അല്ലേ? ആണോ? അംബാസിഡർ ആണോ? ഒരു പഴയ കാർ. അതൊരു പഴയ പന്നാക്കുകാരായിരുന്നു. അതിന്റെ പുറമൊക്കെ തുരുമ്പിച്ചിരിക്കണ്ടായിരുന്നു. അത് തുരുമ്പിച്ചിരിക്കണായിരുന്നില്ല, അതിന്റെ പുറത്തൊക്കെ അറിയായിരുന്നു. എന്റെ കയ്യിലായിട്ട് എന്തോരം കഴിയായിട്ടാ പോയതാ. എടാ കാറിന്റെ പുറത്ത് എന്ത് വീണ് കയറാനാണ്? അത് തുരുമ്പിച്ചാണത്. അതൊക്കെ അറിയായിരുന്നടാ. കാറേ അതിപ്പോ കശുമാങ്ങ, വാഗ, ഞാവല് ഇതിന്റെയൊക്കെ ചോട്ടി കിടക്കണ വണ്ടികൾക്കൊക്കെ കറയുണ്ടാവും. ഒരുപാട് നാള് എടുക്കാതെ അവിടെ തന്നെ ഇട്ടിരുന്ന ശരിക്ക് കറ പറ്റും. അപ്പൊ പിന്നെ റീപെയിന്റ് ചെയ്യേണ്ടി വരും. വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്നേച്ച് ഇല്ലടാ. ഇവിടെ ആയിരുന്നു. ഒന്ന് പോണ തുരുമ്പായിരുന്നത്. എടാ അത് കറയുന്നടാ. എടാ ഞാൻ കണ്ടല്ലേ തുരുമ്പായിരുന്നത്. എടാ പോഴ അത് കറയുന്ന അത് ഞാവൽപ്പഴം വീണേന്റെ പാടം. എടാ കാറിനോർത്ത് കുറച്ച് വീടുപ്പുണ്ട്. അതും കൂടി എടുക്കട്ടെ. എടാ ലല്ലു, എടാ എടാ ആരാ? ഞാൻ ഈ കാറ് താൻ ഇന്നലെ വരുമെന്നാണല്ലോ ക്ലീറ്റസ് പറഞ്ഞത്. വണ്ടി നല്ല കണ്ടീഷനാ, സിംഗിൾ ഓണറാ. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഈ വണ്ടി ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. ആ കിടപ്പ് കിടന്ന ഈ കോലത്തിലായത്. ഈ ലൈറ്റിന്റെ റിങ്ങോട് അത് പോയോ? അതെ, ആ ഡേവീസ് എടുത്തോണ്ട് പോയി എവിടെയെങ്കിലും തട്ടിയതായിരിക്കും. എന്റെ കൊച്ചുമോനാ, അവനാ വല്ലപ്പോഴും ഇതൊന്നും അനക്കണത്. ഈ ഡേവിസ് പോടുണ്ട്. ദേ ആ ഡേവിസിന്റെ കൊച്ചാപ്പനല്ലേ സാർ? നിനക്കിതെന്തിന്റെ കുഴപ്പടാ? ഇതിന് മാത്രം പൊള്ളാൻ ആ പെണ്ണ് നിന്റെ ആരടാ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണോ? ഇപ്പോഴും കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന ഊള സെറ്റപ്പാണല്ലോ എന്ന് കരുതി വിട്ട് കളഞ്ഞപ്പം നീ അങ്ങോട്ട് കയറി കൊത്തി. അതേടാ, ഡേവിസിന്റെ വണ്ടി തന്നെയാ തട്ടിയത്. ഇനി അവളെങ്ങനെ ചത്തേന്ന് നിനക്കറിയണം. അത് ഞാൻ പറഞ്ഞുതരാടാ. മരുന്ന് ഇല്ല മോനെ, എത്ര ചോദിച്ചിട്ടും കാര്യമില്ല. ഞാൻ തരൂല, അത് ശരിയാവൂല. ഈ കഞ്ചാവടിച്ച് കണ്ണ് ചുവന്നിരിക്കുന്നവന്മാരൊക്കെ ഈ മരുന്ന് മേടിച്ച് കണ്ണിൽ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊടുക്കണ്ടെന്നാ പോലീസ് പറഞ്ഞിരിക്കുന്നത്. മരുന്ന് താ ചേച്ചി. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് തരില്ല. പോയേ പോയേ. ദേ ചേച്ചി, ഈ മരുന്നൊന്നും തന്നെ. തരാം. അതെ ചേട്ടാ, തൊട്ടടുത്തല്ലേ ഹോസ്പിറ്റല്. ടോക്കൺ എടുക്കുക, ഡോക്ടറെ കാണാം. പ്രിസ്ക്രിപ്ഷനുമായിട്ട് ഇവിടെ വന്നാൽ ചേച്ചി മരുന്ന് തരും. ആ പിന്നെ ഈ അമ്മമാരുടെ പ്രായമുള്ളവരൊക്കെ റെഡി ബോഡിന്നൊന്നും വിളിക്കാൻ പാടില്ല. ചേട്ടനും ഉണ്ടല്ലോ ഒരമ്മ, അവരെ പറ്റി ഒന്ന് ഓർത്താൽ മതി. അപ്പൊ ശരിയാ. നീ ഇന്നാണോ നാട്ടിൽ പോണേ? ഇല്ല ചേച്ചി, നാളെ പോവും. ചേട്ടനുണ്ടല്ലോ ഒരമ്മ, അവരെ പറ്റി ഒന്ന് ഓർത്താൽ മതി. എടാ നിനക്ക് നിന്റെ അപ്പന്റെ ഒരു ചായ ഇല്ലല്ലോടാ.
വണ്ടി എടുടാ. വണ്ടി എടു. നീ വണ്ടി എടുക്കടാ. ആശുപത്രിയിലേക്ക് വിട്ടോ. എടാ നിനക്ക് നിന്റെ അപ്പന്റെ ഒരു ചായ കണ്ടാൽ അറിഞ്ഞൂടെ ഇതാ രാജന്റെ ആണ്. വണ്ടി എടുത്തടാ. എന്തിനാടാ വണ്ടി എടുത്തടാ. ഇനി നിനക്ക് എന്തേലും അറിയണോ? എടാ അവന്മാർ തന്നെയാണത് ചെയ്തത്. നിന്നെ കൊണ്ടൊരു മാങ്ങാത്തൊലി ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്ര ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയതല്ലേ, അവന്മാരെ പിടിച്ചോണ്ട് വാ, അപ്പം ഞാൻ കേസെടുക്കാം. അവന്മാർ ആ പാറമട കോളനിയിലുണ്ട്. നീ പോയി ഉണ്ടാക്കടാ. പോടോ പോയി ഉണ്ടാക്കടോ. മോനെ, നീ പാറമട കോളനിയിലേക്കാണോ? അത് കോളനിയല്ല, കോട്ടയാണ്. പാറമട അബ്ബയുടെ കോട്ട. കേറിയ പിന്നെ ഇറങ്ങാൻ പറ്റൂല. ഞാനവിടെ പോവും. അവന്മാരെ പൊക്കിക്കൊണ്ട് വരികയും ചെയ്യും. കേരളം അപ്പൊ നീയാണല്ലേ സാറ് പറഞ്ഞ കുരുപ്പ്. എടാ, പണ്ട് തലവെട്ടിയൊരു കേസില് ഈ കരിക്കൻ സാറാ ഞങ്ങളെ ഇന്ന് ഒഴിവാക്കി തന്നു. അപ്പൊ സാറൊരാവശ്യമായിട്ട് വരുമ്പോ നുമ്മ സാറിന്റെ കൂടെ കണ്ടേ. നീ ചെല്ല്, വിട്ടോ, പട്ടിയേക്കോ.
എടാ ഈ പാറമ്പട കോളനി കയറി വന്ന് ഹറാം പറപ്പ് കാണിച്ചിട്ട് ഇന്നേ അവരൊരുത്തരും പുറത്തോട്ട് പോയിട്ടില്ല. ഇവിടെ എത്രയും പട്ടിയും പൂച്ചയും റോട്ടിൽ വണ്ടി ഇടിച്ചാണ്. ഇതിന്റെയൊക്കെ പുറകെ
അപ്പൊ സാറെ പ്രതികളുമായി സാക്ഷികളുമായി ഇനി സാറെ കേസെടുക്കില്ല? പ്രതികളെ സംരക്ഷിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും സാറിനുള്ള എവർ റോളിംഗ് ട്രോഫി മോളിൽ നിന്ന് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വരും. എടാ സെക്ഷൻ 353 യൂണിഫോം ഇട്ട പോലീസുകാരനെ തല്ലിയെന്ന്. അത്രേ ഉള്ളൂ. പിന്നെ അല്ലാതെ അതെ, ചോര വരാൻ പാടില്ല, വകുപ്പ് വേറെയാ. അതൊന്നും പറയാൻ പറ്റൂല. വേണ്ട. മോൻ ആരാ എന്താന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മോനില്ലായിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചൊന്നും കൂടി ഞാൻ അറിയില്ലായിരുന്നു. എന്താ പറയാ, അവള് പോയ പിന്നെ അകത്ത് തളർന്നു കിടക്കുന്ന ഒരാളുണ്ട്, അവളുടെ അമ്മ. മോൻ എപ്പോഴെങ്കിലും വരുമ്പോൾ ഒന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു. അന്നമ്മോ, അമ്മ വിഷമിക്കണ്ട, ഞാനുണ്ടാവും എന്നും സ്വന്തം മോനായിട്ട്. ലല്ലോ, വാ പോവാ. നിങ്ങൾ പോക്കോ. എന്ത് കഷ്ടമാണല്ലേ, ആ കൊച്ചിനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാള് ഭൂമിയിലുണ്ടെന്ന് അതിനറിയാൻ പറ്റിയ. അതിനെ ജീവനോടെ കാണാനുള്ള ഭാഗ്യം ഇവനുണ്ടായില്ല. ഇവരെപ്പോഴെങ്കിലും പരസ്പരം കണ്ടിട്ടുണ്ടാവോ? മുടി വെട്ടിക്കളയല്ലേട്ടാ. എന്റെ പന്ത് എന്താ മോളുടെ പേര്? കുഞ്ഞുമണി. ശരിക്കും പേര് സാൻഡ്ര. അങ്കിളുടെ പേരെന്താ? എന്റെ പേര് ലല്ലു. ശരിക്കും പേര്? ശരിക്കും പേര് മോഹൻലാൽ ജോൺ കൊമ്പനെ. പക്ഷെ കണ്ടിട്ട് മമ്മൂട്ടിനെ പോലെ ഉണ്ടല്ലോ. താങ്ക്സ്. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു.